ഹായ്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ടൈമിനെ കുറിച്ചിട്ടാണ്. ഈ ലോകത്ത് വെച്ച് ഏറ്റവും പ്രഷ്യസായ തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ് ടൈം. നമ്മൾ നമ്മളോട് തന്നെ കോൺസ്റ്റൻ്റ്ലി ചോദിക്കേണ്ട ഒരു ചോദ്യത്തെ കുറിച്ചിട്ടാണ്. ആർ വി ഇൻവെസ്റ്റിംഗ് ആർ ടൈം ഓർ സ്പെൻഡിങ് ആർ ടൈം? നമ്മൾ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാനോ സ്പെൻഡ് ചെയ്യണോ? അപ്പോൾ ഇതിൻ്റെ രണ്ടിനും വ്യത്യാസം എന്താണ്? നമ്മൾ എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പകരം നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ റിട്ടേൺസ് ഒന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, ആ ഡ്രസ്സ് കിട്ടി എന്നല്ലാതെ. അതേപോലെ തന്നെ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിൽ നമുക്ക് റിട്ടേൺസ് ഉണ്ടോ ഇല്ലയോ നോക്കുകയാണ്. റിട്ടേൺസ് ഇല്ലാതെ നമ്മുടെ സമയം കളയുന്നതാണ് സ്പെൻഡിങ് ടൈം. ഏതൊരു സമയം യൂസ് ചെയ്യുമ്പോഴും അതിൽ റിട്ടേൺസ് വരുമ്പോഴാണ് ദാറ്റ്സ് ഇൻവെസ്റ്റിംഗ് ടൈം. നൗ ഇൻവെസ്റ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല. ആ സമയം ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് റിട്ടേൺസ് കിട്ടി, അതൊരു നോളജ് ആവാം, ഹാപ്പിനെസ് ആവാം, ഒരു സന്തോഷമുള്ള സമയം കുറച്ച് നേരം ഇൻവെസ്റ്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് എന്തെങ്കിലും നമ്മുടെ നോളജിലോ വിസ്ഡമിലോ എന്തെങ്കിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ടൈം. വെറുതെ ഇരുന്ന് സമയം കളയുന്നത് സ്പെൻഡിങ് ടൈമാണ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഹോളിഡേയ്സ് വരാൻ പോവുകയാണ്, വീട്ടിലിരിക്കുകയാണ്, രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ അവിടെ ഉണ്ട്, വൈഫുണ്ട്, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് കാര്യമായിട്ട് സംസാരിക്കണില്ല. ഞാൻ എൻ്റെ വർക്ക് മൊബൈലും ഫോണും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സ്പെൻഡിങ് ടൈമാണ്. ഫാമിലിയോടൊപ്പം ഉണ്ട്, പക്ഷെ സ്പെൻഡിങ് ടൈമാണ്. പകരം നമ്മുടെ കുട്ടീനെ ഒരു അരമണിക്കൂർ വിളിച്ചിരുത്തി അവരോട് സംസാരിച്ചു, അവരോട് കാര്യങ്ങൾ ചോദിച്ചു, സ്കൂൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം, അരമണിക്കൂറാവാം, പക്ഷെ ക്വാളിറ്റി ടൈം ആ കുട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അത് ആ കുട്ടിയുടെ ഫ്യൂച്ചറിനും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും അത് റിട്ടേൺസ് ആയിട്ട് പിന്നീട് വരും. പകരം നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യുകയാണ്. നൗ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും പുതിയ ഒരു നോളജ് കിട്ടുകയാണെങ്കിൽ യു ആർ ഇൻവെസ്റ്റിംഗ് യുവർ ടൈം ഇൻ റീഡിങ്. പകരം വെറുതെ ഒരു മാഗസീൻ വായിച്ചിട്ട് അതവിടെ വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സ്പെൻഡിങ് ടൈം. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും യു ഷുഡ് ആസ്ക് യുവർ സെൽഫ്, ഈ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാണോ ഇൻവെസ്റ്റ് ചെയ്യാണോ? ഈ ടൈമിൽ നിന്ന് എനിക്ക് എന്ത് തിരിച്ചു കിട്ടി? ഈവൻ റിലാക്സിങ് ആവട്ടെ, യു നീഡ് റിലാക്സേഷനും വേണം, അതും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ബോഡിക്കും മൈൻഡിനും. പക്ഷെ യു നീഡ് ടു ആസ്ക് എത്ര നേരം, എപ്പോ, ആൻഡ് കീപ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ അഗെയിൻ ആൻഡ് അഗെയിൻ. എല്ലാ നിമിഷവും എല്ലാ നേരവും എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിൽ മറ്റുള്ളവർക്ക് ചെയ്യാനോ കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനോ വേണ്ടി ചെയ്യുമ്പോൾ it is investing time. So I wish you all invest your beautiful time and make a great returns in life. അതേപോലെ തന്നെ നമുക്ക് ആ സമയം വെച്ച് മറ്റുള്ളവർക്കും എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.